കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി കർണാടക സംഗീതവും അതിന്റെ പ്രാധാന്യവും പുതിയ തലമുറയുടെ കർണാടക സംഗീതത്തോടുള്ള കാഴ്ചപ്പാടും എന്ന പരിപാടി നടത്തി. കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനും ഗായകനും സംഗീത അധ്യാപകനുമായ എസ് മുരളീധരൻ നായരാണ് കുട്ടികൾക്കായി പരിപാടി നടത്തിയത്. ഇതിനോടനുബന്ധിച്ച് 15ാം ദിനത്തിൽ നടന്ന പൊതുയോഗം ഡോക്ടർ കാവിള എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ നമ്മുടെ റുബൽ സിംഗ് അവറുകൾ, യഥാർത്ഥത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് പരിചയവും ഇല്ലായിരുന്നു. ഞാനിവിടെ കാറിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹമാണ് എന്നെ സ്വീകരിക്കാനായി എത്തിയത്. എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, എത്രയോ ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ്. ഞാനിങ്ങനെ അല്ല ധരിച്ചിരുന്നത്. റൂൽ സിംഗ് എന്നൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് വലിയ ഒരു ജൂബായും ഒക്കെ ഇട്ട് 10, 50, 60, 65 ഓളം പ്രായം വരുന്ന ഒരു വ്യക്തി ആയിരിക്കുമെന്നാണ്. അപ്പം ഞാൻ ആലോചിച്ചു, പ്രായമൊക്കെ ഞാൻ ചോദിച്ചു. 19 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒരു സെൻറ്റർ ഇവിടെ ഉണ്ടാക്കുകയും നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു തണൽ കേന്ദ്രമായി മാറ്റിയെടുത്ത ഈ ഒരു പ്രസ്ഥാനം ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആളിന് പരിചയമില്ല എങ്കിൽ പോലും സമുദ്രതീരം എന്ന ഈ ട്രസ്റ്റ് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി, അതായത് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് നമ്മുടെ ഈ അച്ഛനമ്മമാർക്കൊക്കെ ഇവിടെ അഭയം കൊടുത്ത് സ്വന്തം വീടിനേക്കാൾ സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ അവർക്ക് കഴിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ, ഈ സെൻറ്ററിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം അങ്ങനെ മുമ്പോട്ട് നയിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്ന് കാണുവാൻ കൂടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ഈ ലൊക്കേഷൻ, ഇതിൻ്റെ ഈ ഒരു അന്തരീക്ഷം തന്നെ നമ്മുടെ വീടിനേക്കാൾ ഉള്ള അതിലധികമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും, കാരണം ഇവിടെ ഇരിക്കുന്നവരുടെ തന്നെ മനസ്സും മുഖവും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, അവരെല്ലാവരും നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സ്വാതന്ത്ര്യവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കിട്ടാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് ഇവിടെയുണ്ട്. കാരണം ഞാൻ ഇവിടെ ചെയർമാനുമായി സംസാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊച്ചുകുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, ഈ ഇവിടുത്തെ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ കർണാടക സംഗീതം പഠിക്കണം. ഈ കർണാടക സംഗീതമായി എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. കാരണം എങ്കിൽ തന്നെയും പാട്ട് കേൾക്കുമ്പോൾ ആസ്വദിക്കുവാൻ നല്ല കഴിവുണ്ട്. എന്ത് നല്ല ഇതാണ്, പാട്ടുകളാണ് കർണാടക സംഗീതത്തിൽ നിന്ന് വരുന്നത്, അല്ലേ? നമ്മുടെ പഴയകാല ചിത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുമാരസംഭവം, അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ, പഴയ ചിത്രങ്ങൾ എടുത്ത എല്ലാം കർണാടക സംഗീതത്തിൽ കൂടിയാണ് അതെല്ലാം ഉടലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഈ ഒരു അവതരണം തന്നെ ഇവിടെ നടത്തുന്നത് ഈ നമ്മുടെ കർണാടക സംഗീതജ്ഞനും അധ്യാപകനും ഇതുമായി ഏറ്റവും ബന്ധമുള്ള ബഹുമാന്യനായ കല്ലറ മുരളി സാറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ക്ലാസ്സുകൾ ഇന്നിവിടെ നിയന്ത്രിക്കുന്നത്. എനിക്ക് ഈ അവസരത്തിൽ കുട്ടികളോട് പറയാനുള്ളത്, ഈ കർണാടക സംഗീതം നിങ്ങൾ പഠിക്കുമ്പോൾ, കർണാടക സംഗീതം എന്ന് പറയുമ്പോൾ ഇത് അതിനകത്തുള്ള ഉപകരണങ്ങൾ, മെയിനായിട്ടുമുള്ള ഉപകരണങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വീണയും തമ്പുരുവും പിന്നെ അതുപോലെ തന്നെ മൃദംഗവും വയലിനും, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ആ ഗാനം വെളിയിലോട്ട് വരുമ്പോൾ ഈ താളമേളങ്ങളോടുകൂടി നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്, അല്ലേ? കുട്ടികളെല്ലാവരും നിർബന്ധമായിട്ടും ഇതെല്ലാം പഠിക്കണം. ഇനിയുള്ള ഈ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്
കലാപ്രതിഭകളാകുന്നതിനും ഒക്കെ ഇതെല്ലാം വളരെയധികം ഉപകരിക്കും. കാരണം കുട്ടികളെല്ലാവരും തന്നെ കായിക രംഗങ്ങളിൽ മുൻതൂക്കം നൽകിക്കൊണ്ട് അവർ ഇതിനെല്ലാം എല്ലാ പരിപാടികളിലും പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ കർണാടക സംഗീതം ഇന്നിവിടെ ഇതിൻ്റെ തന്നെ ഇന്നിപ്പോൾ ഈ കളരി കർണാടക സംഗീതവും അതിൻ്റെ പ്രാധാന്യവും പുതിയ തലമുറയുടെ കർണാടക സംഗീതത്തോടുള്ള കാഴ്ചപ്പാട്, അതാണ് ഇന്നത്തെ ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ സാറേ? അപ്പം ബഹുമാനായ ആ വ്യക്തി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടുന്ന ക്ലാസ്സുകളെല്ലാം നൽകും. അത് കേട്ട് നിങ്ങളെല്ലാവരും ആ കർണാടക സംഗീതത്തിൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അതുമായി ലയിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്കും ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് കർണാടക സംഗീതമായി വലിയ ബന്ധമൊന്നുമില്ല എന്ന്. പക്ഷേ ഏറ്റവും നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാൻ ഇപ്പം തന്നെ നമ്മുടെ ഈ പുതിയ ഗാനങ്ങളല്ല, പഴയകാല ഗാനങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാർക്കും എല്ലാവർക്കും തന്നെ പുതിയ പാട്ടിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പഴയ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആ പഴയ ചലച്ചിത്ര ഗാനങ്ങൾ പണ്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളാണെങ്കിൽ പോലും നമ്മൾ കേട്ടാൽ പണ്ട് സിനിമയിൽ അഭിനയിച്ച് പാടുന്ന ആ പാട്ടുകളൊക്കെ ഇന്നും എല്ലാവരുടെയും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പാട്ടുകൾ എങ്ങനെ ഏതെങ്കിലും ഓർമ്മയിൽ നിൽക്കാറുണ്ടോ? ഇല്ല. പഴയ ചെമ്മീൻ എന്ന സിനിമയിലെ എത്രയോ പാട്ടുകൾ പഠിക്കുന്ന കൊച്ചുകുട്ടികളും കേട്ടിട്ടുണ്ട്. അതെല്ലാം ആ പഴയകാല ഗാനങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ പാട്ട് കേൾക്കുന്നത് തന്നെ നമുക്ക് എന്തോ ഒരു മനസ്സിന് എന്ത് കുളിർമയും ആനന്ദവുമായിട്ടുള്ള ഒരു ദിവസം തന്നെ നമുക്ക് ആ പാട്ട് കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാവർക്കും സ്കൂളിൽ ഇപ്പം എല്ലാവർക്കും ഗാനം പഠിക്കുവാനുള്ള കർണാടക സംഗീതമാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ എല്ലാ സ്കൂളുകളിലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള വാസന അനുസരിച്ച് അവർക്ക് ഏത് രീതിയിലാണോ, ഇപ്പോൾ വയലിൻ പഠിക്കുന്ന കുട്ടികളുണ്ട്, വീണ വായിക്കുന്ന കുട്ടികളുണ്ട്, ഗിറ്റാർ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇങ്ങനെയൊക്കെ വിവിധ മേഖലകളിൽ തെളിഞ്ഞ ആൾക്കാർ നിങ്ങളെല്ലാം ഭാവിയിൽ ചിലപ്പോൾ ഈ കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാദ്യമേളങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യുവാനുള്ള ഭാഗ്യവുമൊക്കെ നിങ്ങൾക്കുണ്ടാകും. കാരണം ഓരോരുത്തർക്കും ഓരോരോ വാസനയാണ്. കുട്ടികൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളാണെങ്കിലും മറ്റുള്ളവരുടെ കുട്ടികളാണെങ്കിലും ശരി, കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് എന്താണോ വിഷയം, ഏത് വിഷയത്തിലാണോ അവർക്ക് താല്പര്യമുള്ളത്, അവരുടെ മനസ്സിന് മറ്റൊരു കുഴപ്പവും ഉണ്ടാകാത്ത രീതിയിൽ അച്ഛനമ്മമാർ ആ കുട്ടികളെ ആ മേഖലയിലേക്ക് നയിച്ചു വിടണം. അതിന് യാതൊരു തടസ്സവും നമ്മുടെ രക്ഷകർത്താക്കൾ നിൽക്കാൻ പാടില്ല. കുട്ടികൾക്ക് എന്താണോ പഠിക്കാൻ ഇഷ്ടം അതിന് മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ കുട്ടികളായ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ വയലിൻ പഠിക്കണമെന്ന് തോന്നുന്നു, നിങ്ങളുടെ രക്ഷകർത്താക്കളുടെയൊക്കെ അമ്മയുടെയൊക്കെയോ അച്ഛൻ്റെ അടുക്കോ പറയാം, അമ്മ എനിക്ക് വയലിൻ പഠിക്കണം, അച്ഛനോടൊന്ന് ശുപാർശ ചെയ്യണേ. അപ്പോൾ വയലിന് പോകാം. ഒരു രക്ഷകർത്താക്കളും അതിനൊന്നും മടി കാണിക്കില്ല. കാരണം എല്ലാ രക്ഷകർത്താക്കളുടെയും ആഗ്രഹമെന്ന് പറയുന്നത് മക്കൾ നന്നായിരിക്കണം. ഒരു പെൺകുട്ടിയെ വിടുമ്പോൾ ആ അച്ഛൻ്റെ മനസ്സിൽ എൻ്റെ മകൾ ഒരു കലാപ്രതിഭയായി മാറുമെങ്കിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമായിരിക്കും അച്ഛനമ്മമാർക്ക്. അപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഭാവിയിൽ ആരൊക്കെയായി തീരുമെന്ന് ആർക്ക് പറയാൻ കഴിയും? അല്ലേ? ഉന്നത സ്ഥാനങ്ങളിലെത്തുന്ന ഓരോ വ്യക്തികളും നിങ്ങളെപ്പോലെ ഇരുന്ന് പഠിച്ച് ഉയർന്നു വന്നതാണ്. വിദ്യാഭ്യാസം അതിന് മുൻതൂക്കം കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ സബ്ബായി നിൽക്കണം. ആദ്യം നമ്മൾക്ക് വേണ്ടുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നമുക്കുണ്ടെങ്കിൽ എവിടെയും ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏത് കോണുകളിൽ പോയാലും നമ്മൾക്ക് രക്ഷപ്പെട്ട് നിൽക്കാൻ കഴിയും. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ നമ്മുടെ ഈ നാട്ടിൽ നിൽക്കാതെ എല്ലാവരും വെളിരാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഓരോ വീടുകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ മുത്തച്ഛനും മുത്തച്ഛിയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു കുടുംബമാണ്. മകനുണ്ടോ? ഉണ്ട്. എവിടെയാണ്? അമേരിക്കയിലാണ്, വെളിയിലാണ്, കാനഡയിലാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും വെളിയിൽ പോകുന്നു. പക്ഷേ വെളിയിൽ പോകുമ്പോൾ ഒരു കാര്യമുണ്ടായിരിക്കണം. എന്താണ്? വിദ്യാഭ്യാസം ഉണ്ടാകണം. യമദേവനാണ് നമ്മെ ആയുസ് തീർന്നവരെ കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്.
അപ്പം സൃഷ്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു സൃഷ്ടി നടത്തുന്നു. ആ സൃഷ്ടി ശനിദേവൻ്റെ കൈകളിലേക്ക് വച്ചു കൊടുക്കുന്നു. ശനിദേവൻ ആയുസ് നൽകുന്നു. ശാരദേ, നിനക്ക് 97 വയസ്സ് വരെ ഭൂമിയിൽ ജീവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചെയർമാൻ റുവൽ സിംഗ് 80 വയസ്സല്ല 85 വയസ്സ്, ഞാനീ പറയുന്ന നേരത്തെ അന്ന് തീരുമെന്നല്ല, ചിലപ്പോൾ 101 വയസ്സ്. ആ ആയുസ് എന്ന് തീരുന്നോ, ആ ആയുസ് തീരുന്ന സമയം സാക്ഷാൽ യമദേവൻ വരുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല പുള്ളി ആ ഉത്തരവാദിത്വത്തോടു കൂടി ഡ്യൂട്ടി നോക്കുന്ന ഒരേ ഒരു ദേവനാണ് സാക്ഷാൽ യമദേവൻ. ഞാൻ എന്താ ഇച്ചിരി ഈ കഥ പറയുന്നത് കുഴപ്പമില്ലല്ലോ, നമ്മുടെ കുട്ടികൾക്ക് കേൾക്കാൻ രസകരമായ ഒരു കാര്യം കൂടാണ്. കാരണം എല്ലാം ഈശ്വരനിൽ അർപ്പിതമാണ്. അപ്പോൾ ആ യമദേവൻ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മുടെ ആയുസ് അവിടെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഹിന്ദുക്കളാണെങ്കിൽ പോലും ഒരു വ്യക്തി മരിക്കുമ്പോൾ തെക്ക് സൈഡിലാണ് അടക്കം ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണെന്നറിയാവോ? ആ ആയുസ് തീർന്ന വ്യക്തിയെ സാക്ഷാൽ യമദേവൻ്റെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും ഈ വാസ്തുവിൽ പറയുന്നത് അഷ്ടദിക്പാലകരാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നതെന്നാണ്. ഇത് ഞാൻ ഇത്രയും നിങ്ങൾക്കിത് വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരാൻ ഇവിടെ പറഞ്ഞു. ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ശനിയാഴ്ചയുള്ള 8:05 ഗ്രാമരംഗം പ്രോഗ്രാമിൽ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്ന ഞാനാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ചു. വായനാ കളരി സമുദ്ര ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 31 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വായനാ കളരിയുടെ 17ാമത് ദിവസമാണ് ഇന്ന് നടക്കുന്നത്. ഈ കഴിഞ്ഞ 16 ദിവസവും അനവധി വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തി ക്ലാസ്സുകൾ നയിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ആർ ജയചന്ദ്രൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻ പിള്ള എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനും ഗായകനും സംഗീത അധ്യാപകനുമായ എസ് മുരളീധരൻ നായർ കുട്ടികൾക്കായി കർണാടക സംഗീതവും അതിന്റെ പ്രാധാന്യവും പുതിയ തലമുറയുടെ കർണാടക സംഗീതത്തോടുള്ള കാഴ്ചപ്പാടും എന്ന പരിപാടി അവതരിപ്പിച്ചു. പ്രണവം ഷീല മാഡം പറഞ്ഞിട്ടാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ആ ഒരു സാറ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഐശ്വര്യവും നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനസ്സോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തോട്ട് കാലെടുത്ത് വെച്ചത്. ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് ഒരു പ്രത്യേകത മനസ്സിൽ ഫീൽ ചെയ്തു. ഒന്നാമതായി പല വേദികളും ഈ അടുത്തൊക്കെ പോകുമ്പോൾ ആദ്യമായി ഒരു ഈശ്വര പ്രാർത്ഥന കേൾക്കാറുണ്ട്. അത് പല സ്റ്റേജുകളിലും കേട്ടിട്ടുള്ളത് ശ്രുതി ഭംഗമൊക്കെ ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇന്ന് ഇവിടെ ഒരു സഹോദരി സ്റ്റേജിലേക്കൊന്ന് വിളിക്കാമല്ലോ അദ്ദേഹത്തെ. പാട്ട് ഒന്ന് ഇതുവരെ വന്ന് എത്ര മനോഹരമായിട്ടാണ് ആ ഗാനം ഇവിടെ. സത്യം പറഞ്ഞാൽ ആ ഭക്തി ഉള്ളിൽ നിറഞ്ഞ് തുളുമ്പി അത് കേട്ടു. വളരെ മനോഹരമായിരുന്നു. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കണം. ഇങ്ങനെ ഉള്ളവർ വേണം പഠിക്കേണ്ടത്. കഴിവില്ലാത്ത എത്രയോ പേര് പഠിച്ച് എവിടെയും എത്താതെ പോകണം. മോളെപ്പോലുള്ളവർ വേണം പഠിക്കാൻ സംഗീതം കാര്യം അത് മോളുടെ രക്തത്തിലുണ്ട് ആ സംഗീതം. ഞാനിപ്പോൾ ഒരു 40 വർഷത്തോളമായി ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്. 50 പരം കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ആ ശ്രുതി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മോളുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് കേട്ട ശ്രുതിശുദ്ധമായ ഒരു പ്രാർത്ഥനാഗാനം. വളരെ നന്ദിയുണ്ട്. മോൾക്ക് ഒരു കയ്യടി കൊടുക്കണം. വളരെ നല്ല ഭാവി ഉണ്ടാകട്ടെ. അതുപോലെ ഇവിടെ ഞാൻ വന്നപ്പോൾ സാറ് പറഞ്ഞു ഒരുപാട് പേര് സംഗീതം പഠിക്കുന്നവരുണ്ടെന്ന് പരിചയപ്പെടുത്തി. വളരെ സന്തോഷമുണ്ട്. ഞാൻ സംഗീതം കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, നൃത്തം കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ കുറച്ചല്ല എനിക്ക് സംഗീതം പഠിക്കുവാനുള്ള അവസരം ജഗദീശ്വരൻ ഒരുക്കി തന്നിട്ടുണ്ട്. അത് എൻ്റെ ഈ ജീവിതത്തിലൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ആ സംഗീതം തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ എന്നെ ഇവിടെ നിർത്തുവാനും കാരണമായത്.
മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും മനസ്സിൽ സങ്കല്പിച്ചാൽ ആ സദസ്സിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ്. ഒരു ശ്ലോകം പാടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാനി വാസോ ഭക്താനാം കാമവർഷ ദ്യുതരുകിസലയം നാദാദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതമേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷദാപാന പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മ്യം പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മ്യം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേദ സ്തോത്രം ചൈത സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയ ദ്വേദാനാരായണീയം ശ്രുതിഷു ജനുഷസ്തുത്യഥ വർണ്ണനേന സ്ഥിതം ലീലാവതാരൈരിതമിഹ കുരുതാ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് എത്ര സംസാരിച്ചാലും തീരാത്തൊരു വിഷയമാണ് കർണാടക സംഗീതം എന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചം, ഞാൻ ഒരുപാട് ജ്ഞാനസ്ഥനൊന്നുമല്ല എങ്കിലും എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പകർന്നു നൽകിയ ആ സംഗീതത്തിലുള്ള അറിവ്, മഹാരഥന്മാരായ 2 പേരുണ്ട്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും സാറും, പാർവതീപുരം എച്ച് പത്മനാഭയ്യർ സാറും. എൻ്റെ സംഗീതം എന്താണെന്ന് ഏകദേശം എനിക്ക് മനസ്സിലാക്കി തന്നവരാണ് അവരെല്ലാവരും. ഇതിൽ എത്ര പേരുണ്ട് സംഗീതം പഠിക്കുന്നവർ? കൈപൊക്കാമോ എന്ന്. ശാസ്ത്രീയമായി കർണാടക സംഗീതം അഭ്യസിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മക്കളുണ്ടോ പഠിക്കുന്ന? ആരുമില്ല. അപ്പോൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ, മനുഷ്യൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ് സംഗീതം. സംഗീതവും മറ്റു കലകളെല്ലാം തന്നെ. എങ്കിലും ഒരു പടി മുന്നിൽ പറയാം നമുക്ക് സംഗീതത്തെക്കുറിച്ച്. നമ്മുടെ ഒരു നാടിൻ്റെ സാംസ്കാരിക രംഗങ്ങളാണ് അതിൻ്റെ ആ ഉയർച്ചയ്ക്ക് എപ്പോഴും പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ. കലാകാരന്മാരും കലാകാരികളും നാട്ടിൻ്റെ അഭിമാനങ്ങളാണ്. അപ്പോൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കലാപരമായ ഒരു കഴിവ് നമ്മളിൽ പ്രകടമാക്കാനായിട്ടാണ് ജനിക്കുന്നത്. അത് നമ്മൾ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്കതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ കർണാടക സംഗീതം എന്ന് പറയുന്ന വിഷയം എത്ര ജന്മമെടുത്താലും പഠിച്ച് തീരാത്ത വിഷയമാണ്, തീരാൻ കഴിയാത്ത വിഷയമാണ്. കാര്യം അത്രയ്ക്ക് വിശാലമാണ് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംഗീതം. നമ്മുടെ ലോക സംഗീതം 2 ശാഖകളായി പിരിഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംഗീതവും ദക്ഷിണേന്ത്യൻ സംഗീതവും. അതായത് ഹിന്ദുസ്ഥാനി സംഗീതവും ശാസ്ത്രീയ സംഗീതവും. ഹിന്ദുസ്ഥാനി സംഗീതം പേർഷ്യൻ സംഗീതത്തിൽ നിന്നും ഉൾക്കൊണ്ടുവന്ന ഒരു സംഗീതമാണ് ഹിന്ദുസ്ഥാനി. പക്ഷേ നമ്മുടെ കർണാടക സംഗീതം അത് തനതായ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് കർണാടക സംഗീതം. ഇത്രയധികം വിവിധങ്ങളായ രാഗങ്ങളും താളങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സംഗീതം
ഈ ലോകത്തിൽ എവിടെയും നിലനിൽപ്പില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് കർണാടക സംഗീതം, ഇത്ര വിശാലം ആണെന്നുള്ളത്. അപ്പോൾ അത് പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞ് ഒരു വലിയ കാര്യമാണ്. നമുക്കങ്ങനെ പഠിച്ചു തീർക്കാൻ കഴിയില്ല. പക്ഷേ അതിന് ഏകദേശം അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കുറച്ച് പാഠ്യ പദ്ധതികൾ ശ്രീ പുരന്ദരദാസ് സർ AD 16-ാം നൂറ്റാണ്ടിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവത, നിഷാദം എന്നീ ക്രമാനുസരണം മുന്നോട്ട് പോകുന്ന 7 സ്വരങ്ങളാണ് നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിൽ സപ്തസ്വരം മുതൽ സരളി വരിശകൾ, ജണ്ട, ഇങ്ങനെ ഓരോ അത് പഠിച്ചിട്ടുള്ളവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അത് ഓരോ വരിശകളും നമ്മുടെ ശബ്ദത്തിനെ, ഇപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ ആ തന്നിരിക്കുന്ന ശബ്ദം, ഇപ്പോൾ എനിക്കിപ്പോൾ യേശുദാസിനെ പോലെ പാടണം അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. എനിക്ക് കിട്ടിയ എൻ്റെ ശബ്ദം, ദൈവം എനിക്ക് തന്ന ശബ്ദം, അതിനെ ഞാൻ പരിപോഷിപ്പിക്കുക, അല്ലാതെ മറ്റൊരാളാകാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളായി നമ്മുടെ ശബ്ദത്തെ സൂക്ഷിച്ച് ഈ വരിശകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പടിപടിയായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്ക് അതിൽ ഒരു എന്ത് പറയാൻ, നമുക്ക് നന്നായി പാടുവാനുള്ള കഴിവ് സിദ്ധിക്കുമെന്നുള്ളത് 100% ഞാൻ എഴുതി വയ്ക്കാം. അല്ലാതെ അല്ലാതെ നമുക്കുണ്ടാവും, കഴിവുണ്ടാവും, ഒരു പാട്ട് പാടാനുള്ള കഴിവ് സ്വാഭാവികമായിട്ടും ചിലർ പഠിക്കാതെ തന്നെ നന്നായി പാടുന്നുണ്ട്. പക്ഷേ നമ്മൾ പാടുമ്പോൾ എന്താണ് പാടുന്നതെന്ന് അറിഞ്ഞ് പാടുന്നതും നമ്മൾ അറിയാതെ പാടുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പഠിക്കാതെ പാടുമ്പോൾ നമുക്ക് ഏത് പാട്ടും നമുക്ക് പാടുവാനുള്ള കഴിവ് നമുക്ക് സിദ്ധിക്കുന്നില്ല. അപ്പോൾ സംഗീതം എന്താണ്? സംഗീതം വെറും ഒരു രസത്തിന് വേണ്ടി അല്ല, അതൊരു ഉപജീവന മാർഗം കൂടിയാണ് എന്ന് കാട്ടിത്തന്ന എൻ്റെ ഗുരുക്കന്മാർ അവരെ സാക്ഷി നിർത്തി പറയുകയാണ്. അത് എപ്പോഴും ഒരു തൊഴിൽ കൂടെയാണ് നമ്മുടെ. അടിസ്ഥാനപരമായി ഇത് പഠിച്ച് മുന്നേറിയാൽ നമുക്ക് ക്ലാസ് എടുക്കാം. അതിൽ കൂടി വരുമാനം നേടി ഇന്ന് ജീവിക്കുന്ന എത്രയെങ്കിലും പേർ. നേരത്തേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും സ്കൂളിൽ ഒരു പാഠ്യപദ്ധതി തന്നെ സംഗീത വിഷയമായി ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാർ അത് മാറ്റി. അതിനുശേഷം ആണ് സംഗീതത്തിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാനെന്നുള്ളൊരു നിരാശാബോധം എല്ലാവരിലും. കാര്യം അന്നൊക്കെ ഒരു ജോലിക്കുള്ള ഒരു സാധ്യത മുന്നിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആ ജോലി ഇപ്പോൾ സർക്കാർ ആ തസ്തിക മാറ്റിയ ശേഷം ഇപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എന്തിന് എന്നുള്ളൊരു ധാരണയായി. അതുകൊണ്ട് വളർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരുപാട് കർണാടക സംഗീതം വളർച്ചയിലേക്കല്ല, തളർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. എങ്കിലും ആ പഠിച്ച് വന്നവർ ഇപ്പോൾ ക്ലാസ് എടുത്ത് കുടുംബങ്ങൾ പോയിട്ടുന്നുണ്ട്. പിന്നെ കച്ചേരികൾ, ഇപ്പം എൻ്റെ നാട്ടിൻ്റെ പരിസരത്തെടുത്താലും ഒരു ഉത്സവ സീസണിൽ എത്രയെങ്കിലും കച്ചേരികൾ നടന്നിരുന്ന ഇന്ന് ഈ സമയങ്ങളിൽ ഒരു കച്ചേരികൾ പോലും അവിടെ നടക്കാറില്ല. സംഗീതം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരം മാറ്റിവെക്കാനും രാവിലെ എഴുന്നേറ്റ് ശുദ്ധമായി നമുക്ക് ഒരു ദിവസം എങ്ങനെ കഴിയണം എന്നുള്ള എല്ലാ പാഠങ്ങളും സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഗാനം നിങ്ങൾക്കായി ആലപിക്കാൻ എൻ്റെ ഒരു ശിഷ്യ കൂടിയുണ്ട്. അഭിരാമി കൂടെ സ്റ്റേജിലേക്ക് വരണം. അതിനുശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ.
നമുക്കൊരു പാഠ്യപദ്ധതി സംഗീതത്തിലുണ്ടാക്കിയത് ശ്രീ പുരന്ദരദാസറാണ്. അദ്ദേഹം കർണാടകക്കാരനായിരുന്നു. അതുകൊണ്ട് കർണാടക സംഗീതം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഭാഷ്യം. അദ്ദേഹമാണ് ഈ സപ്തസ്വരം മുതലുള്ള പാഠങ്ങൾ, ഗീതം വരെയുള്ള പാഠങ്ങൾ, സപ്തസ്വരം, സരളി വരിച്ച, ജണ്ട വരിച്ച, മധ്യസ്ഥായി വരിച്ച, ധാരസ്ഥായി വരിച്ച, ഇങ്ങനെയുള്ള സംഗീതത്തിനൊരു നേരത്തെ ഒരു പാഠ്യപദ്ധതി ഇല്ലായിരുന്നു. ഒരു 7 സ്വരങ്ങൾ കോർത്തിണക്കി നമ്മുടെ ശബ്ദത്തിനെ സാധ്യതയിലേക്ക് നയിക്കുവാൻ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ചൊല്ലിത്തന്നത് ശ്രീ പുരന്ദരദാസറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംഗീത പിതാമഹനായി പറയപ്പെടുന്നു. ശ്രീ വെങ്കിടമഖിയാണ് 72 രാഗങ്ങൾ കണ്ടെത്തുകയും അത് 7 സ്വരങ്ങൾ അങ്ങോട്ടും 7 സ്വരങ്ങൾ ഇങ്ങോട്ടും വെച്ച് 72 രാഗങ്ങൾ മേളകർത്ത പദ്ധതി ചെയ്യുകയും അതിൽ ജന്യരാഗങ്ങൾ ജനിപ്പിക്കുകയും അങ്ങനെ ജനകരാഗം, ജന്യരാഗം, വക്രരാഗം എന്ന 3 വിഭാഗത്തിൽപ്പെട്ട രാഗങ്ങൾ ഉണ്ടാക്കുകയും എത്ര പാടിയാലും സംഗീതം എന്തുകൊണ്ട് പഠിച്ചാൽ തീരില്ല എന്ന് പറയാൻ കാരണം ലക്ഷക്കണക്കിന് രാഗങ്ങൾ ഇതിലുണ്ട്. ഇത്രയും ഒരു മനുഷ്യനെ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോൾ 7 സ്വരങ്ങളാണ് അതിലുള്ളത്. പക്ഷേ അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ അത്രത്തോളം മനസ്സും ശരീരവും അർപ്പിച്ച് ഒരു തപസ് പോലെ പഠിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് സംഗീതം, കർണാടക സംഗീതം. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങണം. അത് ആണ് എപ്പോഴും അന്ന് പഠിക്കുമ്പോൾ ഞാൻ ഈ സംഗീതത്തിലേക്ക് വരുവാനൊരു കാരണമുണ്ട്. അതെന്നെ 10ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. എനിക്ക് സംഗീത പാരമ്പര്യമൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോൾ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് മാത്രമേ സംഗീതക്കാർ വരൂ, അതൊക്കെ വെറുതെയാണ് പറയുന്നത്. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. അതുപോലെ തന്നെ 5 വയസ്സ് മുതൽ പഠിച്ചാലേ സംഗീതം പഠിക്കാൻ പറ്റുമോ, അത് മിഥ്യാധാരണയാണ്. എത്ര വയസ്സിൽ വേണമെങ്കിലും നമുക്ക് സംഗീതം പഠിക്കാം. നമുക്കൊരു പാരമ്പര്യത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സംഗീതം കേട്ട് വളരുന്നത് നമ്മൾ ഏത് പ്രായത്തിൽ പഠിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. പക്ഷേ അതിനോട് ഒരു അർപ്പണ മനോഭാവം നമുക്ക് വേണമെന്ന് മാത്രം. ഒരു സാധാരണ പാഠം പഠിക്കുമ്പോൾ അതിനെ സമീപിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാര്യം അത് അത്രയ്ക്ക് നമ്മൾ കേട്ട് മനസ്സിലാക്കി നിരന്തരം സാധനയിലൂടെ മാത്രമേ നമുക്കൊരു ഗായകൻ അല്ലെങ്കിൽ ഗായകി എന്ന് പേരെടുക്കാൻ കഴിയുള്ളൂ. അത് നിസ്സാരമല്ല, അത്ര നിസ്സാരമല്ല. രാവിലെ 4 മണിക്ക് 6 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ, അതായത് വെളുപ്പിൻ്റെ 4 യാമം എന്ന് പറയും, ആ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ സംഗീതം സാധകം ചെയ്യണമെന്നാണ്. 4 മണിക്കാണ് പ്രകൃതി ചേഞ്ച് ആവുന്നത്. അതായത് പൂക്കൾ വിരിയുന്നത് പ്രകൃതിക്ക് ചേഞ്ച് ഉണ്ടാക്കുന്ന സമയമാണ്. ആ സമയത്ത് മനുഷ്യൻ ഉണരണമെന്നാണ് സംഗീതം നമ്മളെ പഠിപ്പിക്കുന്നത്. കാര്യം നമുക്ക് ആ സമയത്ത് ഉണർന്ന് ഏത് പ്രവൃത്തി ചെയ്താലും അതിന് 4 ഇരട്ടി ഫലമുണ്ടാകും. അതുകൊണ്ടാണ് വീട്ടിൽ അച്ഛനമ്മമാർ രാവിലെ എഴുന്നേക്കണം എന്ന് നിങ്ങളടുത്ത് പറയാറുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇതിനെക്കുറിച്ച്. ഇപ്പോൾ വാസ്തു സംബന്ധമായിട്ട് ഒന്നും നമുക്ക് സത്യമല്ല എന്ന് നമുക്കത് പറയാൻ പറ്റുമോ? ഈശ്വരൻ വിശ്വാസം മാത്രമാണ്. ആ ഒരു വിശ്വാസമില്ലെങ്കിൽ ഇന്ന് ഈ ലോകം എന്താവും? നമുക്കൊന്നും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അതേപോലെ ഓരോ വിശ്വാസങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സംഗീതം അത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് സംഗീതവും ഭക്തിയും ഒന്നാണ്. അത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. സംഗീതം ഉപാസിക്കുന്ന വീട്ടിൽ പ്രത്യേകിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ വീട്ടിൽ സംഗീത ദേവതയുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെയാണ് നമുക്കന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അന്ന് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അന്ന് നമ്മൾ 10 വർഷം കൊണ്ട് പഠിച്ചത് ഇന്ന് 5 വർഷം കൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. കാര്യം അതിനുള്ള സാധ്യതകൾ ഒരുപാടാണ്. സമൂഹ മാധ്യമങ്ങൾ അന്ന് ഇപ്പോൾ മൊബൈൽ ഫോൺ, നമ്മളിപ്പോൾ പഠിക്കുന്ന പാഠം നമുക്ക് വേണമെങ്കിൽ അതിൽ ടേപ്പ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് പഠിക്കാം. അന്ന് അങ്ങനെയൊന്നും ഒരു സാഹചര്യമില്ല. കല്ലറ തിരുവനന്തപുരത്തേക്ക് 45 കിലോമീറ്റർ ഉണ്ട് ദൂരം. ഇവിടുന്ന് ശാസ്ത്രമംഗലത്ത് പോയി പെരുമാർ സാറിൻ്റെ അടുത്ത് പോയി പാട്ട് പഠിച്ച് തിരിച്ച് വീട്ടിലെത്താൻ ആലോചിക്കുമ്പോൾ അത് മറന്നു പോയിരിക്കും. ഇങ്ങനെ 4-5 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടായിരിക്കും ഒരു പാഠത്തിൻ്റെ പല്ലവി മനസ്സിലാക്കുന്നത്. ഇന്നങ്ങനെയല്ല. നമ്മുടെ ഒരുപാട് അതിനുള്ള സാധ്യതകൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണം, അത് മാത്രമല്ല കഴിവും കുട്ടികളുടെ ടാലൻറ്റും അത്രയ്ക്ക് ഇപ്പോഴുള്ള യുവതലമുറ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സംഗീതത്തെക്കുറിച്ച് പറയാൻ. ഞാൻ അങ്ങനെയാണ്. കാര്യം നമ്മുടെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും കൂടി നോക്കുമ്പോൾ ശരിക്കും മനസ്സിൽ വിഷമമുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു പഴയ പാട്ടുകളെക്കുറിച്ച്, അത് നമ്മുടെ മനസ്സിൽ മായ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ അതിൻ്റെ കാരണം എന്താണ്? അന്ന് ഉള്ളവർ സംഗീതം ചെയ്തിരുന്നത്, സംഗീതത്തിനെ ദൈവമായി ഉപാസിച്ചിരുന്നു. ആ രാഗങ്ങൾ കൊണ്ടാണ് അന്ന് അവർ പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. ഇന്നത്തെ പോലെ ഹേയ് 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 അതല്ല. അന്ന് രാഗങ്ങൾ കൊണ്ട് ആ സംഗീതത്തിനെ അവർ ദൈവങ്ങളായി, ആ രാഗങ്ങളെ ദൈവങ്ങളായി കണ്ടിരുന്നു.
ആ രാഗങ്ങളെടുത്ത് അവർ പാട്ടുകൾ നിർമ്മിച്ചു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടിരുന്നു. എത്ര മനോഹരമായിട്ടൊരു രാഗത്തിൽ സൃഷ്ടിച്ച പാട്ടായതുകൊണ്ട് എന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. ഇന്ന് വാതാപി ഗണപതി എത്ര വർഷങ്ങൾക്ക് മുന്നേ ഇന്നും ആൾക്കാർ വേദിയിൽ പാടുന്നില്ലേ? വാതാപി ഗണപതി. ഒരു വാതാപി ഇല്ലാതെ ഒരു കച്ചേരിയില്ല. എത്ര വർഷം മുമ്പ് മുത്തുസ്വാമി ദീക്ഷിതർ ഇത് ചിട്ടപ്പെടുത്തിയ ഒരു കീർത്തനമാണ്. സംഗീത കച്ചേരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു വാതാപിയാണ്. എന്തുകൊണ്ടത് മായുന്നില്ല? പണ്ടത്തെ പാട്ടുകൾക്ക് ഇന്നും ആ മാറ്റ് ഒരു ഗാനമേള വേദി എടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെ പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ സദസ്സ്, സത്യം പറഞ്ഞാൽ ഇപ്പോഴും പുതിയ തലമുറ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പഴയ ആൾക്കാർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ പഴയ പാട്ടുകൾ തന്നെയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അതിലും ആ ഓരോ ഗാനങ്ങൾക്കും ഓരോ മൂല്യമുണ്ട്, അതിനൊരു രാഗമുണ്ട്. ഇപ്പം മോഹനം എന്ന് പറയുന്നൊരു രാഗമുണ്ട്. സരി ഗ പദ സ ദ പ ഗ രി സ. ഈ രാഗത്തിൽ ഇത് ഭൂപ് എന്ന് ഹിന്ദുസ്ഥാനിയിൽ പറയും. സരി ഗ പദ സ ദ പ ഗ രി സ സരി ഗ രി സരി ഗ പ ഗ രി സരി ഗ പദ പ ഗ പദ പ ഗ പദ സ ദ സരി രി ഗ രി സ ദ രി സ ദ സ ദ പ ഗ രി സരി ഗ പദ സ. 5 സ്വരങ്ങൾ അങ്ങോട്ടും 5 സ്വരങ്ങൾ ഇങ്ങോട്ടും വരുന്നതാണ് മോഹന രാഗം എന്ന് പറയും. എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം മാത്രം തരുന്നൊരു രാഗമാണത്. നമ്മുടെ ജി ദേവരാജൻ മാസ്റ്റർ 36 പാട്ടുകൾ ഈ രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട്, ഒന്നിനോടൊന്ന് സാമ്യമില്ലാതെ. അപ്പോൾ ആ സംഗീതത്തിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കി. 5 സ്വരങ്ങളാണുള്ളത്. അതിൽ 2 സ്വരങ്ങൾ പരിചയമാണ്. 1000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിലനിന്നിരുന്ന രാഗമായിട്ടാണ് മോഹനത്തെ കാണുന്നത്. പണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെയുണ്ട് സംഗീതം. ഇപ്പോൾ സപ്തസ്വരം ഞാൻ 7 സ്വരങ്ങൾ പറഞ്ഞു. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം എന്ന് തുടങ്ങിയ 7 സ്വരങ്ങൾ. അതിൽ ഷഡ്ജവും പഞ്ചമവും, ഈ 2 സ്വരങ്ങൾ മനുഷ്യർ കണ്ടുപിടിച്ച സ്വരങ്ങളെ അല്ലാതെ നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്. ഈ ഫാൻ കറങ്ങുന്ന നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ നമുക്കത് കേൾക്കാൻ കഴിയും. 2 സ്വരം. ഇവിടെ ഒരു തട്ട് തട്ടിയാൽ അതിലുണ്ടാകും. കിളികൾ ചിലയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ അതിലുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ മുളങ്കാടുകൾക്കിടയിലൂടെ കാറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചുളം വിളിയുണ്ട്, അതിലുണ്ട്. അരുവികൾ ഒഴുകുന്ന അതിലുണ്ട് സംഗീതം. ഈ 2 സ്വരം, ഷഡ്ജവും പഞ്ചമവും. അതുകൊണ്ട് അതിനെ പ്രകൃതി സ്വരം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ ശ്രുതിയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അമ്മയുടെ പ്രാധാന്യം എത്രയാണെന്ന് നമുക്കറിയാം. അമ്മയില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കൊച്ചുനാളിലേക്ക് നമുക്ക് ആ ഒരു ലാളന, ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെയാണ് സംഗീതത്തിൻ്റെ അമ്മയാണ് ശ്രുതി എന്ന് പറയുന്നത്. ആ ശ്രുതിയെ ബേസ് ചെയ്യുന്ന 2 സ്വരങ്ങളാണ് ഷഡ്ജവും പഞ്ചമവും. അതാരും കണ്ടുപിടിച്ചതല്ല, മനുഷ്യരൊന്നും കണ്ടുപിടിച്ചതല്ല, അത് പ്രകൃതിയെ നമുക്ക് തന്ന സ്വരങ്ങളാണ്. പിന്നെയുള്ള 5 സ്വരങ്ങൾ രി ഗ മ ധ നി, ഋഷഭം, ഗാന്ധാരം, മധ്യമം, ദൈവതം, നിഷാദം. ഇത് മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യർ കണ്ടുപിടിച്ച സ്വരങ്ങളാണ്. ഇത് ഓരോ രാഗങ്ങൾക്കനുസരിച്ച് അതിനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ കർണാടക സംഗീതം പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ ഈ 2 സ്വരങ്ങൾ ഇപ്പോൾ ആര് പാടിയാലും നമുക്കത് കിട്ടും. ഈ 5 സ്വരങ്ങളുടെ സ്ഥാനം രാഗങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിക്കണം. അത് ആദ്യമായി നമുക്ക് പറ്റില്ല എന്നുള്ള ഏതൊരു കാര്യവും പഠിക്കുമ്പോൾ ആ മനസ്സ് മാറ്റി വയ്ക്കുക. നമ്മളെക്കൊണ്ട് പറ്റണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി പഠിച്ചാൽ ഏത് വിഷയവും നമുക്ക് ഹൃദയസ്ഥമാക്കാൻ പറ്റും. അതേപോലെ സംഗീതം എപ്പോഴും അതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരു ഉപജീവന മാർഗം കൂടെയാണ്. ഞാനിന്നത് അനുഭവിക്കുന്നവനാണ്. അതുപോലെ എന്നെപ്പോലെ എത്രയെങ്കിലും പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എത്ര വയസ്സായാലും നമ്മളിപ്പോൾ ഒരു ഉദ്യോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ റിട്ടയർ ആവും അതിൽ നിന്ന്. പക്ഷേ സംഗീതം നമുക്ക് സംസാരിക്കാൻ ശേഷിയുള്ള അത്രയും കാലം നമുക്കൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അതൊരു വരുമാന മാർഗമാണ്. ഞാൻ അന്ന് പഠിക്കുമ്പോഴത്തേക്കും എന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ച ഷംസുദ്ദീൻ സാറാണ്. എനിക്ക് അല്പം പാടാൻ കഴിവുണ്ടെന്നുള്ളതിൽ നീ സംഗീതം പഠനത്തോടൊപ്പം പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ കല്ലറ സ്കൂളിൽ രാമകുട്ടി സാറിൻ്റെ അടുത്ത് കൊണ്ടാക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അദ്ദേഹമാണ് എന്നെ തുടങ്ങിയത്. അദ്ദേഹം ആധികാരികമായിട്ടൊന്നും എന്നെ പഠിപ്പിച്ചില്ല, പാട്ടുകളാണ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ആധികാരികമായിട്ട് സംഗീതം പഠിച്ചാൽ നമ്മൾ എന്താണ് പാടുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു ശ്ലോകം പാടി, അത് കാപ്പി സിന്ധുഭൈരവി എന്ന് പറഞ്ഞ രാഗമാണ്. അതറിഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ പാടാൻ പറ്റും. ചുമ്മാ ചിലപ്പോൾ എൻ്റെ കഴിവ്, ജന്മനയുള്ള കഴിവുകൊണ്ട് പാടാൻ പറ്റിയിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ പരാജയപ്പെടും. നീ എന്താണ് പാടിയെന്ന് അറിവുള്ള ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് തിരിച്ച് പറയണ്ടേ, അത് എന്താണ് പാടിയത്, അത് ഏത് രാഗമാണ്. അതുകൊണ്ട് സംഗീതം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ മാത്രമല്ല, തിയറിയും കൂടെ അടങ്ങിയതാണ്. ഇത് രണ്ടിനും സമാസമം അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അന്ന് ഷംസുദ്ദീൻ സാർ കൊണ്ടാക്കി പഠിച്ച. ആദ്യമൊന്നും എനിക്കത് യാതൊരു താല്പര്യമില്ലായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുടുംബപരമായിട്ട് സംഗീത പാരമ്പര്യമൊന്നുമില്ല, ആ ചുറ്റുവട്ടത്ത് സംഗീതം പഠിക്കുന്ന ആരുമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പലരുമൊക്കെ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ തന്നെ കളിയാക്കാൻ തുടങ്ങി. യേശുദാസ് പോകുന്നു എന്നുള്ള രീതിക്ക്. ഇപ്പം പഠിച്ചിട്ടാണ് ഇനി സംഗീതം എങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കത് വാശിയായി. അതാണ് നമ്മൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ വലിയൊരു സ്ഥാനത്ത് എത്തിയെന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയില്ലേ, എനിക്ക് ഇത്രയും മാന്യ വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ലേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ന് കിട്ടിയ സൗഹൃദങ്ങൾ മുഴുവനും എനിക്ക് സംഗീതത്തിൽ കൂടിയാണ്. പ്രണവം ഷീല മധു മേഡത്തിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. എത്ര ബന്ധങ്ങൾ എനിക്ക് ഈ സംഗീതത്തിൽ കൂടി എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. അത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവമായിട്ട് ഞാൻ സംഗീതത്തിനെ കാണുന്നു. ഇന്ന് 50-50ഓളം കുട്ടികൾ, 50-ന് പുറത്തെ കുട്ടികൾ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്നു ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഞാൻ പഠിച്ച 20 വർഷം വളരെ കാര്യമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് ജ്ഞാനത്തോടു കൂടി എൻ്റെ അധ്യാപകൻ ഗുരുനാഥൻ പെരുമ്പാവൂർ സാർ പറഞ്ഞു, ഇനി നീ ക്ലാസ് എടുക്കാൻ പ്രാപ്തനായി, നീ ക്ലാസ് തുടങ്ങണം, അത് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു തരും. സാറ് വന്ന് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയത്. കാര്യം അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസം വന്നതുകൊണ്ട്. കാര്യം അത്രത്തോളം പ്രയത്നിച്ചാണ് അന്ന് പഠിച്ചത്. എല്ലാ കച്ചേരികൾക്കും കൂടെ പോവുകയും അങ്ങനെ ഈ വാശി വന്നപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ കളിയാക്കലുകൾ വീട്ടിലൊക്കെ കൂടി വന്നപ്പോൾ എന്നാൽ ഇതിലെന്തെങ്കിലും ആവണമല്ലോ എന്നുള്ളത്. കൂടുതൽ അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പാർവതിപുരം പത്മനാഭയ്യർ സാർ, ആറ്റിങ്ങലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലാണ്, അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അവിടെ ചെന്ന് ക്ലാസ്സിന് പോയി തുടങ്ങി. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ അന്ന് അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ കൊച്ചുനാളിലെ മരിച്ചുപോയി. വലിയൊരു ഫാമിലിയൊന്നും അല്ല എൻ്റെ, വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയായിരുന്നു. അമ്മയും സിസ്റ്ററും ഞാനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ നീ ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ നിനക്ക് ജീവിതത്തിൽ, നീ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും, ഒരു ജോലിയല്ലേ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ പറഞ്ഞ്, സംഗീതം പഠിച്ച ഒരുത്തനും പട്ടിണി അടക്കേണ്ട അവസ്ഥ ഇന്നുവരെ വന്നിട്ടില്ല, നമുക്ക് വേണ്ടെന്നുള്ള വിധി ചെയ്യാം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹം സിലബസ് വരുത്തി എന്നെ എക്സാമിന് വേണ്ടി പ്രാപ്തനാക്കി. ഫസ്റ്റ് റാങ്കിലാണ് ഞാനത് പാസ്സായത്. രാവിൽ
കസ്തൂരിമാന്റെ കല്യാണത്തേനെ കച്ചേരി പാട് വന്ന് കൈത്താളം പോട് ജാതി പൂവൈ നെഞ്ചോട് നഞ്ചത്ത് ചൂടി പാർക്കും നേരം ഇത് കസ്തൂരിമാന്റെ കല്യാണത്തേനെ കച്ചേരി പാട് വന്ന് കൈത്താളം പോട് കസ്തൂരിമാനെ കല്യാണത്തേനെ കച്ചേരി പാട് വന്ന് കൈത്താളം പോട് ജാതി പൂവൈ നെഞ്ചോട് നഞ്ചത്ത് ചൂടി പാർക്കും നേരം ഇത് ജാതി പൂവൈ നെഞ്ചോട് നഞ്ചത്ത് ചൂടി പാർക്കും നേരം ഇത് കസ്തൂരിമാനെ കല്യാണത്തേനെ കച്ചേരി പാട് വന്ന് കൈത്താളം പോട്. താങ്ക് യു. ദക്ഷിണേന്ത്യൻ സംഗീതം, കർണാടക സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതിന് ഇപ്പം നമ്മൾ പാടി ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം, ഭജൻസ്, പിന്നെ നാടോടി നൃത്തം. ഓരോ നാടുകൾക്കും തനത് അവരവരുടെ ശൈലിയിലുള്ള നാടൻ പാട്ടുകൾ, അതുപോലെ തന്നെ സംഗീത സമ്പ്രദായവും നിലനിൽപ്പുണ്ട്. അതിൽ എല്ലാ രാജ്യങ്ങളിൽ വെച്ചും ഏറ്റവും വലിയ സംഗീതമാണ് നമ്മുടേത്. ഇത്രയും വെറൈറ്റി രാഗങ്ങളും താളങ്ങളുമുള്ള ഒരു സംഗീതം ലോകത്തിൽ എവിടെയും നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നമുക്ക് ഹിന്ദുസ്ഥാനി പാടാൻ സംഗീതം, ഇപ്പോൾ കർണാടക സംഗീതം പഠിച്ച ഒരാൾക്ക് ഹിന്ദുസ്ഥാനി പാടാൻ വലിയൊരു പ്രയാസമൊന്നും തോന്നില്ല. പക്ഷേ ഹിന്ദുസ്ഥാനി പഠിച്ച ഒരാളിന് കർണാടക സംഗീതം പാടാൻ വളരെ പ്രയാസപ്പെട്ടേ പാടാൻ കഴിയൂ. നമുക്ക് ചിട്ടയോട് കൂടിയ ഒരു സംഗീത സമ്പ്രദായമാണുള്ളത്. അതിന് ചില സ്വരങ്ങൾ പാടുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഇപ്പം നമ്മുടെ ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗം, അതാണ് അവരുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അടിസ്ഥാന രാഗം. നമ്മളെ അടിസ്ഥാന രാഗമായ മളവ്ഗോൾ ഗമഗരി ഗരി ഗ നീ സനിധ നിരി സദപ ഗമഗരി ഗരി ഗ നീ സനിധ നിരി സദപ ദവ ഗമ പ സനിധ ഗമ ദ പ ഗ സ ഗ പ ദവ ഗരി ധനി സ ഗമ ഗരി ഗരി ഗ സ. ഹിന്ദുസ്ഥാനി സ്റ്റൈലാണ്. ഹിന്ദുസ്ഥാനിയിൽ നിന്ന് ഈ ഫോൺ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി വിട്ടുപോയതാ. ഹിന്ദുസ്ഥാനിയിൽ നിന്ന് ഒരുപാട് രാഗങ്ങൾ നമ്മുടെ കർണാടകത്തിൽ വന്നിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് പറഞ്ഞു വരുമ്പോൾ എല്ലാം രണ്ട് ശാഖ രണ്ടാണെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിന്ദുസ്ഥാനിൽ നിന്ന് വന്ന രാഗം ദർബാരി കാനഡ പോലുള്ള രാഗങ്ങൾ ദേവൻ കേ പതി ദേവൻ കേ പതി ഇന്ദ്ര താരാ കേ പതി ചന്ദ്ര ദേവൻ കേ പതി ഇന്ദ്ര എന്നുള്ള ഹിന്ദുസ്ഥാനി രാഗമാണ് ദർബാരി കാനഡ രാഗം.
അതുപോലെ കാപ്പി എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാനി കാപ്പി എന്ന് പറഞ്ഞ രാഗം, അത് നമ്മുടെ കർണാടക സംഗീതത്തിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഗമായി ഇന്ന് ഇപ്പോൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ത്യാഗരാജസ്വാമികളുടെ ഈ നഗുമോ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. നഗുമോ ഓ മുഗനലേ നീനാജാലി തലസി നഗുമോ മുഗനലേ നീ നാജാലി തലസി നनु ಬ್ರೋವಯಗರದ ശ്രീ രഘുവരനി നഗുമോ. എല്ലാവരും കേട്ടിട്ടുള്ള കീർത്തനമായിരിക്കും ത്യാഗരാജസ്വാമികൾ. അതിൽ ചരണത്തിൽ പറയുന്നുണ്ട്, ಖಗರಾಜು ನೀಯ ನದಿವಿನಿ ವೇಗಾಚನಲೇಡು ಗಗನನಿ കിലകു ബഹുദൂരം ബനിനാടോ. അദ്ദേഹത്തിൻ്റെ ഒരു പരിഭവമാണത് പറയണത്. നീ എന്തുകൊണ്ടാണ് താഴെ ഇറങ്ങി വന്ന് ശ്രീരാമചന്ദ്ര, അങ്ങ് എന്തുകൊണ്ടാണ് താഴെ ഇറങ്ങി വന്ന് ഈ പാവപ്പെട്ടവനെ രക്ഷിക്കാത്തത്? നിൻ്റെ സതീർത്ഥ്യനായ ഹനുമാൻ നിന്നോട് വന്ന് പറഞ്ഞോ അവിടെ നിന്നും ഭൂമിയിലേക്ക് വരാൻ ഇത്രയും ദൂരമുണ്ട്, അത് മടിച്ചിട്ടാണോ നീ ഇവിടെ വന്ന് ഈ ത്യാഗരാജനെ രക്ഷിക്കാത്തത്? അപ്പോൾ ഇതുപോലെ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ നിറയെ ഉള്ളത്. അതുപോലെ തന്നെ ഭക്തിയെക്കുറിച്ചൊരു കീർത്തനം ശുദ്ധ സീമന്തിനി രാഗത്തിൽ പറയുന്നുണ്ട്. ജാനകി രമണ എന്ന് പറഞ്ഞാൽ ഭക്തിഹീന ജന മദ ഗജ ജാല, ഭക്തിഹീന ജന മദ ഗജ ജാല പഞ്ചവദന ത്യാഗരാജ എന്ന്. ഭക്തിഹീന ജന മദ ഗജ ജാല, അതായത് ഭക്തിയില്ലാത്ത മനുഷ്യൻ മതമിളകിയ ആനയെ പോലെയാണ്, അവനെ തളയ്ക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള ഒരാളുമായി ഒരിക്കലും ചങ്ങാത്തം കൂടാതിരിക്കുക. കാര്യം അവൻ മതമിളകിയ ആനയെ പോലെയാണ്, അവനെ ആർക്കും തളയ്ക്കാൻ പറ്റില്ല. അതായത് ഭക്തി, അതാണ് പരമപ്രധാനം. നിനക്ക് നാവ് തന്നിരിക്കുന്നത് എന്തിനാണ്? എന്നെക്കുറിച്ച് പാടുവാൻ വേണ്ടിയാണെന്നാണ് സാക്ഷാൽ സരസ്വതി ദേവി പറഞ്ഞിരിക്കുന്നത്. നല്ല മന്ത്രങ്ങൾ ചൊല്ലാനും നല്ല വാക്കുകൾ പറയാനും ഒക്കെയാണ് നമുക്ക് നാവ് തന്നിരിക്കുന്നത്. ശുദ്ധമല്ലാത്ത ഒരു വാക്കും നാവ് കൊണ്ട് സംസാരിക്കരുത്. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം ചെയ്യുക. എല്ലാത്തിനും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സംഗീതം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ.
30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 21 ആരംഭിച്ച വായനാക്കളരി മെയ് 21 സമാപിക്കും.